നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തമസ്കരിക്കാൻ കഴിയാത്ത പേരാണ് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടെന്ന് മന്ത്രി കെ.എ. തുളസി. യുവതലമുറയിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ പോരാട്ട ചരിത്രം എത്തിക്കാൻ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും മന്ത്രി. ചെർപ്പളശ്ശേരിയിൽ നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി. ഇനി ഓണനാളുകൾ. ഓണത്തെ വരവേറ്റ് മലയാളികൾ അത്തം ആഘോഷിച്ചു. പൂക്കളമൊരുക്കാൻ മറുനാടൻ പൂവിപണി സജീവമായി. സ്വാതന്ത്ര്യദിനത്തിൽ യങ് ഇന്ത്യ മാർച്ച് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ. അറബിക്കടൽ കാണാത്തതുകൊണ്ടാണോ മുസ്ലിം ലീഗുകാർ PM ശ്രീ കടലിൽ എറിയാത്തതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആര്യ രാജേന്ദ്രൻ. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPM ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയെന്ന് P.K. ശശി. സോഷ്യലിസം എന്ന വാക്കുപോലും അരോചകമായി തോന്നുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചെന്നും P.K. ശശി. വള്ളുവനാടിന്റെ കഥാകാരി രാജലക്ഷ്മി സാഹിത്യ പുരസ്കാര സമർപ്പണം ചെർപ്പളശ്ശേരിയിൽ നടന്നു. മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ ശ്രീജിത്ത് പെരുന്തച്ചൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര താളുകളിൽ നിന്നും തമസ്കരിക്കാൻ കഴിയാത്ത പോരാളിയാണ് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടെന്ന് മന്ത്രി കെ.എ. തുളസി. ചെർപ്പളശ്ശേരിയിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെർപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമരവീഥിയിലെ വള്ളുവനാടൻ ഇതിഹാസം മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ 62ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിട്ടും തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ സ്വാതന്ത്ര്യ സമരത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തോടുമൊപ്പം അടിയുറച്ചു നിന്ന പോരാളിയായിരുന്നു മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് തമസ്കരിക്കാൻ കഴിയില്ല. യുവതലമുറയിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ ധീരചരിത്രം എത്തിക്കാൻ ഇടപെടലുകൾ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ പലപ്പോഴും സ്വന്തം സമുദായത്തിൽ തന്നെ പിന്തള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ അദ്ദേഹത്തിന്റെ മതേതരത്വ നിലപാടും ഖിലാഫത്ത് പ്രസ്ഥാനത്തോടുള്ള അടിയുറച്ച അചഞ്ചലമായിട്ടുള്ള നിലപാടും അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഒരു വെള്ളം ചേർക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിചലിക്കലോ അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പിന്നെ ആ മഹാനുഭാവനായിട്ടുള്ള നേതാവിന്റെ ചടങ്ങിലേക്ക് നമുക്കൊക്കെ എത്താൻ അഭിമാനമല്ലാതെ മറ്റൊരു കാരണവും ഇല്ല. നമ്മുടെ നേതാവായിരുന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ പേര് ഈ വരാൻ പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥി സമൂഹത്തിലേക്കും അതുപോലെ തന്നെ യുവതലമുറയിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അത് ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ എനിക്കില്ല. പക്ഷെ കുറച്ചുകൂടി ഊർജിതമായി കുറച്ചുകൂടി ആത്മാർത്ഥമായി നമ്മൾ അത്തരത്തിലുള്ള യുവതലമുറയിലേക്ക് കാരണം വലിയ സാമ്പത്തിക ചെലവില്ലാതെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ബ്ലോക്ക് ലെവലിലോ അല്ലെങ്കിൽ മണ്ഡലം ലെവലിലോ ആ പ്രദേശത്തുള്ള കുട്ടികളുടെയൊക്കെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള നമ്മുടെ മൺമറഞ്ഞ നേതാക്കന്മാരുടെ അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ കുറിച്ചും അവർ നടത്തിയ കാലഘട്ടങ്ങളിലെ അവസ്ഥകളെ കുറിച്ചും കൂടി കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സംഘാടക സമിതി ചെയർമാൻ ഷബീർ നീരാണി അധ്യക്ഷനായി. ഒറ്റപ്പാലം NSS കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ C. രാജേശ്വരി അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, DCC ജനറൽ സെക്രട്ടറി O. വിജയകുമാർ, PP വിനോദ് കുമാർ, മൂസ പേങ്ങാട്ടിരി, UDF നിയോജക മണ്ഡലം ചെയർമാൻ T. ഹരിശങ്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P. അക്ബർ അലി, സ്വാഗത സംഘം ജനറൽ കൺവീനർ P. സ്വാമിനാഥൻ, സംഘാടക സമിതി ട്രഷറർ KM ഇസാക്ക്, വിനോദ് കളത്തൊടി, ഇന്ദു നാരായണൻ, P. ആഷിഖ്, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ പേരമക്കളായ ജിതേഷ് മോഴിക്കുന്നം, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ അത്തം ആഘോഷിച്ചു. ഇനി ഓണനാളുകളാണ് മലയാളികൾക്ക്. മുറ്റത്ത് പൂക്കളമൊരുക്കി മാവേലി മന്നനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും ഓണാഘോഷങ്ങളുമൊക്കെ അത്തത്തോടെ തുടങ്ങി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഗൃഹാതുരമായ ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുന്നു. അത്തം പിറന്നതോടെ ഇനി ഓണനാളുകളാണ് മലയാളിക്ക്. മുറ്റത്ത് പൂക്കളമിട്ട് മാവേലി മന്നനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മാമലനാട്.
കള്ളവും ചതിയുമില്ലാതെ മാലോകരെല്ലാം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഒരുപോലെ വാണിരുന്ന നാടിന്റെ മധുര സ്മരണകളാണ് ഓണം സമ്മാനിക്കുന്നത്. ഓണച്ചന്തകളും വിപണികളുമെല്ലാം അത്തത്തോടെ ഉണർന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഓണം പോലെ ഒരുമിപ്പിക്കുന്ന മറ്റുത്സവമില്ല. സമ്പന്നമായ സംസ്കൃതിയുടെ നിറവിൽ ഓണത്തെ സമൃദ്ധമാക്കാനുള്ള ഓട്ടപ്പാച്ചിലാവും ഇനിയുള്ള 10 നാൾ. അത്തം 10-ന് മലയാളി പൊന്നോണം ആഘോഷിക്കും. ഓണത്തെ വരവേൽക്കാൻ മറുനാടൻ പൂവിപണി സജീവമായി. ചെണ്ടുമല്ലിയും ജമന്തിയും അരളിയും വിപണിയിൽ നിറഞ്ഞു. പെരിന്തൽമണ്ണയിലെ കാഴ്ചകളിലേക്ക്. ഓണത്തെ വരവേൽക്കാൻ ഇത്തവണയും മറുനാടൻ പൂക്കളെ ആശ്രയിക്കുകയാണ് മലയാളികൾ. അത്തത്തലേ ദിവസം മുതൽ നഗരകേന്ദ്രങ്ങളിൽ വഴിയോര പൂവിപണി സജീവമായി. ചെണ്ടുമല്ലി, പാടാമല്ലി, ജമന്തി, റോസ്, അരളി തുടങ്ങിയ പൂക്കളാണ് കൂടുതലും വിൽക്കപ്പെടുന്നത്. ഗുണ്ടൽപേട്ട്, മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തിക്കുന്നത്. മഞ്ഞ ചെണ്ടുമല്ലിക്കാണ് കൂടുതൽ ഡിമാൻഡ്. ഇത്തവണ പൂക്കൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. മഞ്ഞ ചെണ്ടുമല്ലി 220 രൂപ മുതൽ 250 രൂപ വരെയും സാധാ ചെണ്ടുമല്ലിക്ക് 150 രൂപയുമാണ് വില. തൊടികളിലും പറമ്പുകളിലും പൂച്ചെടിയും കൃഷിയും കുറയുന്നത് ഓരോ ഓണം എത്തുമ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തും. വില കൂടിയാലും പൂക്കളവും സദ്യവട്ടവും ഒരുക്കാതെ മലയാളികളുടെ ഓണാഘോഷം ഒരിക്കലും പൂർണ്ണമാവില്ല. ഓണക്കാലം പൂക്കച്ചവടക്കാരുടെ സീസൺ കാലമാണ്. ഈ കച്ചവടം ഇവരുടെ ജീവിതവുമാണ്. തിരുവോണം വരെ ഈ പൂക്കച്ചവടം നഗരവീഥികളിൽ തുടരും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി നഗരത്തിൽ യങ് ഇന്ത്യ മാർച്ച് നടത്തി. 100 കണക്കിന് യൂത്ത് ബ്രിഗേഡിയന്മാർ മാർച്ചിൽ പങ്കെടുത്തു. അറബിക്കടൽ കാണാത്തതുകൊണ്ടാണോ മുസ്ലിം ലീഗുകാർ PM ശ്രീ കടലിൽ എറിയാത്തതെന്ന് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ആര്യ രാജേന്ദ്രൻ ചോദിച്ചു. ഉണരണം യുവത, പൊരുതണം ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യങ് ഇന്ത്യ റാലി നടത്തിയത്. ഡൽഹി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ അഴിമതിയും തൊഴിൽ നിഷേധവും ചോദ്യം ചെയ്യുകയായിരുന്നു റാലിയുടെ ലക്ഷ്യം. കുന്തിപ്പുഴ പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൗണിൽ സമാപിച്ചു. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് കടൽ കാണാത്തതുകൊണ്ടാണോ എറിയാത്തതെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കണമെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചാൽ ആ ജനങ്ങളോട് നീതി പുലർത്താൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കഴിയണമെന്നും ആര്യ പറഞ്ഞു. PM ശ്രീ വിഷയത്തിലെ ഈ പുതിയ ഗവൺമെന്റിന്റെ ഇടപെടൽ, ഇവിടെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? PM ശ്രീ അറബിക്കടലിൽ. ഇപ്പൊ അറബിക്കടൽ അറിയാത്തത് കൊണ്ടാണോ കളയാത്തത് എന്ന സംശയം നമുക്കുണ്ട്. അറബിക്കടൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾ ഇത് എറിയും എന്ന് പറയുന്നവരാണോ മുസ്ലിം ലീഗുകാർ എന്ന സംശയം നമുക്കുണ്ട്. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടത്തെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. PM ശ്രീയുടെ കാര്യത്തിൽ പറഞ്ഞു, ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ പണം ലഭിക്കില്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ കൊടുത്ത മറുപടിയിൽ വിശദമായി പറയുന്നു, PM ശ്രീയിൽ ഒപ്പുവയ്ക്കാത്ത സംസ്ഥാനങ്ങൾക്കും PM ശ്രീയുടെ ഭാഗമായി ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിലും ഫണ്ട് കൊടുക്കുക എന്നത് ഭരണഘടനാ പ്രകാരം ഒരു കേന്ദ്ര സർക്കാർ നടത്തേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് M റംഷിക് അധ്യക്ഷനായി. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീരാജ് വെള്ളപ്പാടം, ബ്ലോക്ക് സെക്രട്ടറി ഷഹീർ അലി നറുക്കോട്, ട്രഷറർ K അജീഷ് കുമാർ, K അശ്വനി, K കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. CMPയുടെ യുവജന സംഘടനയായ കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫ്രണ്ട് KSYF പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ മണ്ണാർക്കാട് നടത്തി. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPM ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയെന്ന് CMP സംസ്ഥാന സെക്രട്ടറി PK ശശി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1980കളിൽ തന്നെ നയങ്ങളിൽ വ്യതിചലിച്ചുവെന്നും പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചതിന്റെ ഒരു കാരണം ഈ നയവ്യതിയാനമാണെന്നും ശശി പറഞ്ഞു. കേരള സോഷ്യലിസ്റ്റ് യുവജന ഫ്രണ്ട് എന്ന പ്രസ്ഥാനത്തിന്റെ പേരിന് യുവാക്കളെ ആകർഷിക്കാൻ കഴിയില്ലെന്ന് അന്ന് വിലയിരുത്തിയതിന്റെ ഭാഗമായാണ് ഈ പേര് മാറ്റി ഡിവൈഎഫ്ഐക്ക് രൂപം നൽകിയത്.
സോഷ്യലിസം എന്ന വാക്കുപോലും അരോചകമായി തോന്നുന്ന പാർട്ടിയായി CPM അധപതിച്ചു. CPM ഇല്ലാതാക്കിയ ഇടതുപക്ഷത്തിന്റെ സ്പേസിലേക്കാണ് CMP കടന്നുവരുന്നതെന്നും PK ശശി പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കളെ അണിനിരത്താൻ നേതൃത്വം കൊടുത്ത ഒരു വലിയ സംഘടന ഉണ്ടായിരുന്നു നമ്മുടെ കാലത്ത്. ആ സംഘടനയുടെ പേരാണ് AIYF, ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ. അത് ഇപ്പൊ നമ്മൾ കാണുന്ന AIYF അല്ല, അത് വേറെ അർത്ഥം. ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടിൽ അണിനിരത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയാണ്. 47 ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഈ പോയിന്റ് മാത്രം പറഞ്ഞു പോകുക. 47 അധികാര കൈമാറ്റത്തെ തുടർന്ന് അന്ന് രാജ്യത്തെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റൊന്ന് ഇന്ത്യയിൽ മോശമല്ലാത്ത സ്വാധീനം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം CPI നേതൃത്വം ഒരു തെറ്റായ നിലപാടിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. K. ഷാനിഫ് അധ്യക്ഷത വഹിച്ചു. KSYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി, CMP സംസ്ഥാന കമ്മിറ്റി അംഗം M. സതീഷ്, CMP ജില്ലാ സെക്രട്ടറി P. കലാധരൻ, P. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മരണപ്പാച്ചിൽ നടത്തുന്ന സന ബസിന്റെ അമിതവേഗം ഗതാഗത വകുപ്പ് നിയന്ത്രിക്കണമെന്ന് മണ്ണാർക്കാട് DYFI ബ്ലോക്ക് കമ്മിറ്റി. കഴിഞ്ഞ ദിവസം വട്ടമ്പലത്ത് വെച്ച് സന ബസും 2 കാറുകളും ലോറിയും ബൈക്കും അപകടത്തിൽപ്പെട്ടിരുന്നു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നതിലെ പോലീസിന്റെ വീഴ്ച കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. നിരവധി പരാതികളാണ് ഈ ബസിനെ കുറിച്ച് മാത്രം വരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സന ബസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതിയാണ് പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, 1ഉം 2ഉമല്ല നിരന്തരമായ പരാതികൾ പൊതുജനങ്ങളിൽ നിന്ന് വരികയാണ്. ബസ്സിലിരിക്കുന്ന ആളുകൾ, നിരത്തിലൂടെ മറ്റു വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ, റോട്ടിലൂടെ നടന്നു പോകുന്നവർ, ഇവരുടെ എല്ലാം ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള അമിത വേഗത, മത്സരയോട്ടമൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല രീതിയിൽ പോകുന്ന ഏതെങ്കിലും ഒരു വ്യവസായങ്ങളെയോ സ്ഥാപനങ്ങളെയോ ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും സംവിധാനങ്ങളെ ഒന്നും തകർക്കണമെന്ന ഉദ്ദേശമൊന്നും DYFIക്കില്ല. മറിച്ച് നാട്ടിലെ മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള അമിത വേഗതയെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഞങ്ങൾ നാളെ നമ്മുടെ RTOയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയിൽ കൃത്യമായി ഈ വിഷയങ്ങൾ അവരെടുത്ത് നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാകണമെന്ന് DYFI ആവശ്യപ്പെടും. വളരെ സമാധാനപരമായി ഈ വിഷയം പരിഹരിക്കപ്പെടണമെന്നാണ് DYFI ആഗ്രഹിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു സംഭവമൊക്കെ നിങ്ങൾ ഓൾറെഡി എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ്. 5 വാഹനങ്ങളെയാണ് ഒരേ സമയം ഇടിച്ചിടുന്നത്. ആ ഇടിച്ചിട്ടെന്ന് മാത്രമല്ല, അതിലെ ഡ്രൈവറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചു എന്ന ആരോപണം മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കാണുകയുണ്ടായി. ബസ് ഇടിച്ചാൽ സാധാരണ ഡ്രൈവറെ അല്ലെങ്കിൽ ഏത് വാഹനം ഇടിച്ചാലും അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രൈവറെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അദ്ദേഹത്തിന് ജാമ്യം എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് സാധാരണ പതിവ്. അതാണ് അതിൻ്റെ നിയമപരമായ വശം. പക്ഷെ അത് മറികടന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തിയെന്നും അത് പിന്നിൽ പോയ അവരെ ഫോളോ ചെയ്തു പോയിട്ടുള്ള യുവാക്കൾ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ പോലീസ് സംവിധാനവും ഇവിടുത്തെ RTO ഒക്കെ കൃത്യമായ വിഷയത്തിൽ ഇടപെടുകയും ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് DYFI നാളെ വരെ നേരിൽ കണ്ട് ആവശ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഈ കാര്യം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നത് വളരെ സമാധാനപരമായി ഈ വിഷയം പരിഹരിക്കണമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണയിലെ DYFI വിഷയത്തിൽ ഇടപെട്ടിരുന്നു. DYFI ഇടപെട്ട് അവിടുത്തെ മത്സരവേട്ടം, അമിത വേഗതയൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി RTOയെ കണ്ടു. അപ്പോൾ സന ബസ് തന്നെ ഒരു പത്രപ്രസ്താവന ഇറക്കുകയുണ്ടായി എന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പിഴവുകൾ ഞങ്ങൾ പരിഹരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ സമരം അവിടെ അവസാനിച്ചു. അപ്പോൾ മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതികൾ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റും അതിലെ തൊഴിലാളികളുമൊക്കെ ഈ വിഷയം, ഞങ്ങൾ ഈ ഉന്നയിക്കുന്ന വിഷയം കൃത്യമായി പരിശോധിച്ച് ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ വസ്തുതയുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവരത് സ്വമേധയാ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ DYFI മറ്റു തരത്തിലേക്കുള്ള സമരപരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. രാജലക്ഷ്മി അനുസ്മരണ സമിതിയുടെ രാജലക്ഷ്മി സാഹിത്യ പുരസ്കാര സമർപ്പണ സമ്മേളനവും ആദരവും ചെറുപ്പളശ്ശേരി ശാരദാംബ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഡോക്ടർ കൊച്ചു എസ് മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് പെരുന്തച്ചൻ പുരസ്കാരം ഏറ്റുവാങ്ങി. അകാലത്തിൽ വിട പറഞ്ഞ വള്ളുവനാടിന്റെ സാഹിത്യകാരി രാജലക്ഷ്മിയുടെ സ്മരണാർത്ഥം രാജലക്ഷ്മി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാര സമർപ്പണ സമ്മേളനമാണ് ഞായറാഴ്ച ചെറുപ്പളശ്ശേരിയിൽ നടന്നത്. വിശ്വസാഹിത്യത്തിലേക്ക് മലയാളത്തെ ഉയർത്തുവാൻ പ്രാപ്തിയുള്ള സാഹിത്യകാരിയായിരുന്നു രാജലക്ഷ്മിയെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ കൊച്ചു എസ് മണി പറഞ്ഞു. ഈ രാജലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം 1930 മുതൽ 1965 വരെയാണ് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുണ്ടായിട്ടുള്ളൂ. പക്ഷെ അവർ നൽകിയ സംഭാവന ജനഹൃദയങ്ങളിൽ ഇത്രത്തോളം ആഴത്തിൽ ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർത്തും അവരൊരു മഹാകലാകാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ചെറുപ്പശ്ശേരിയുള്ള ഇവിടെയുള്ള സാഹിത്യകാരന്മാർക്ക് അവരുടെ ഓർമ്മ എന്നും വരും തലമുറയ്ക്കും അവരുടെ ഓർമ്മകളിൽ ഇതിലുണ്ടാകണം. കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ കേട്ടറിവുകൾ ഉണ്ടാകണം. ഇതിൽ അവരെ എന്നും അനുസ്മരിക്കണമെന്ന് തോന്നിയത് ഒരു മഹാകാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് അവാർഡ് വാങ്ങിയ അവാർഡ് പുരസ്കാരം കൊടുത്തിരിക്കുന്ന ആൾ വളരെ വളരെ വിശിഷ്ടമായിട്ടുള്ള സാഹിത്യ തലത്തിലും മീഡിയ തലത്തിലും ഒക്കെ പ്രമുഖനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇതിലേക്ക് പരിചയപ്പെടാൻ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരം സാഹിത്യകാരൻ TSS ഭട്ടതിരിപ്പാട് പറളി പ്രശസ്ത മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ ശ്രീജിത്ത് പെരുന്തച്ചന് നൽകി. സാഹിത്യപ്രേമികൾക്ക് അന്ന് നൽകിയിരിക്കുന്ന വള്ളുവനാടിന്റെ സാഹിത്യകാരിയിലേക്കുള്ള രാജലക്ഷ്മി സാഹിത്യ. ചടങ്ങിൽ ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് KR രവി, പ്രശസ്ത നർത്തകിയും ഡെന്റിസ്റ്റുമായ ഡോക്ടർ ശ്രീജ മൂപ്പത്ത് എന്നിവരെയും TSS ഭട്ടതിരിപ്പാട് ആദരിച്ചു. അനുസ്മരണ സമിതി ചെയർമാൻ TP ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സമിതി കൺവീനർ ബിജുമോൻ പന്തിരുകുലം ആമുഖ പ്രഭാഷണം നടത്തി. മലബാർ സൗഹൃദവേദി പ്രസിഡന്റ് ഡോക്ടർ K അജിത് മാരായമംഗലം, സെക്രട്ടറി ഗോപൻ എഴക്കാട്, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, K ബാലകൃഷ്ണൻ, P സത്യനാരായണൻ, ഡോക്ടർ M മൊയ്തീൻകുട്ടി, മുൻ AE OP പ്രകാശ് നാരായണൻ, സാഹിത്യകാരൻ ശരത് ബാബു തച്ചമ്പാറ, രാജ്മോഹൻ കക്കാട്ടിൽ, TP സായിറാം, TP വിജയേഷ് എന്നിവർ പ്രസംഗിച്ചു. പുരസ്കാര ജേതാവ് ശ്രീജിത്ത് പെരുന്തച്ചൻ മറുമൊഴി പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന കാവ്യസദസ്സ് കവയത്രി ബുഷ്ര റസ്നി ആനമങ്ങാട് ഉദ്ഘാടനം ചെയ്തു. P പ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗോപികൃഷ്ണൻ നളന്തൻ, ശാലിനി മുരളി, സരള മധുസൂദനൻ, സൗമിനി സത്യൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക, ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യവുമായി DYFI പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിൽ യങ് ഇന്ത്യ സംഘടിപ്പിച്ചു. സമ്മേളനവേദിയായ മേലെ കൊടുമുണ്ടയിലേക്ക് പടുകൂറ്റൻ റാലി ഉണ്ടായി. റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സമരം ചെയ്തിരുന്നതിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നവരാരാണ് എന്ന് പോലും അറിയാതെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള RSSകാരനെ ആ ചുമതല ഏൽപ്പിച്ച സർക്കാരിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. 30 വർഷകാലത്തിലേറെ ജയിലിൽ കിടന്നിട്ടുള്ള മഹാൻ തന്റെ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പുസ്തകത്തിന്റെ തലക്കെട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കാലത്ത് 40 വർഷകാലത്തിലേറെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്നിട്ട് 30 വർഷകാലത്തോളവും ജയിലിൽ കിടന്നിട്ടുള്ള മഹാനായ പോരാളി ഈ രാജ്യത്തുണ്ട് എന്ന് വിസ്മരിച്ചു പോയ RSSന്റെയും അവരെ ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് ഗവൺമെന്റിന്റെയും കാലത്താണ് നാം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്.
16 വർഷകാലത്തിലധികം ജയിലിൽ കിടന്ന വനിത ഈ ഇന്ത്യ രാജ്യത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായി എന്നുള്ളത് അവർ ഓർമ്മപ്പെടുത്തുന്നില്ല. നോക്കൂ, 16 വർഷത്തിലേറെ കാലം ജയിലിൽ കിടന്ന റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സ്ത്രീയെ അവർ മറന്നിരിക്കുന്നു. എത്രയെത്ര പോരാട്ടത്തിന്റെ കഥകൾ ചോദിക്കാനുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ പുലരിയിലും ജയിലിൽ കിടന്ന മഹാനായ പോരാളി ഈ കേരളത്തിൽ കണ്ണൂരുകാരനായ പെരളശ്ശേരിയിൽ നിന്ന് കേരളത്തിന്റെ ഇന്ത്യയുടെ അഭിമാനമായി പാലക്കാട് നിന്ന് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഈ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്നു പോയിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനുണ്ടെന്ന് അവർക്കറിയാതെ പോകുന്നു. സ്വാഗത സംഘം ചെയർമാൻ എം ശങ്കരൻകുട്ടി അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AN നീരജ്, ജില്ലാ കമ്മിറ്റി അംഗം VS അനുജ, CPIM ഏരിയ കമ്മിറ്റി അംഗം AV സുരേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് VT രാഹുൽ, KP മുഹമ്മദ് ഷാഹിർ, CPIM പെരുമുടിയൂർ ലോക്കൽ സെക്രട്ടറി PM ഉഷ, മുതുതല ലോക്കൽ സെക്രട്ടറി P ഷൺമുഖൻ, ബ്ലോക്ക് സെക്രട്ടറി PR രജീഷ്, K റോഷൻ എന്നിവർ സംസാരിച്ചു. ഗുപ്തൻ വനിതാ സേവന സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി പ്രൊഫസർ KA തുളസി ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘടനാ ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ഈ ഓണം എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ഓർത്തെടുക്കാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ എന്ന് മന്ത്രി ആശംസിച്ചു. സംഘടന വളരെ കാലമായി ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഈ ഓണം നമുക്ക് എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള നല്ല ഓർമ്മകൾ ഈ ഓണത്തിനുണ്ടാവട്ടെ. നമ്മുടെ ബന്ധുക്കളെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, അയൽക്കാരെ, അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളോടൊപ്പം ഒക്കെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ഈ ഓണത്തെ നമുക്ക് എല്ലാവർക്കും ഒറ്റ മനസ്സോടുകൂടി വരവേൽക്കാം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി 14 ജില്ലകളിലും പോസ്റ്റ് മെട്രിക് കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ഇത്തരം പദ്ധതികൾ അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ കൈകാര്യം ചെയ്യുന്ന 3 വകുപ്പുകളിൽ പിന്നാക്കക്ഷേമം കൂടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, സമുദായങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കും. നമ്മുടെ കേരളത്തിന്റെ 14 ജില്ലകളിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലൊക്കെ ആരംഭിക്കണം എന്നുള്ളതാണ് സ്വപ്നം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഫണ്ട് കിട്ടിയാലേ നടക്കൂ. അതിനുവേണ്ട പ്രപ്പോസലുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് എറണാകുളം ജില്ലയിൽ ഒരു വലിയ ബൃഹത്തായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി 150ഓളം കോടി രൂപ വായ്പയായിട്ട് അവിടെ അനുവദിച്ചിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾ, ഈ സംഘങ്ങളിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതിന്റെ പ്രയോജനം ലഭ്യമാക്കാം എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുകയാണ്. ചടങ്ങിൽ ധനസഹായ വിതരണവും സമ്മാന വിതരണവും നടന്നു. ഗുപ്തൻ വനിതാ സേവന സമാജം പ്രസിഡന്റ് സിന്ധു ശശികുമാർ അധ്യക്ഷത വഹിച്ചു. A വിജയലക്ഷ്മി, A ബാലകൃഷ്ണൻ, M കുട്ടികൃഷ്ണൻ, സരിത, ഹരിപ്രഭ, പ്രദീപ് കല്ലിത്തൊടി, AK സന്തോഷ്, രത്നം ഉണ്ണികൃഷ്ണൻ, സുകന്യ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന് നിറപ്പകിട്ടേകി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം MLA K പ്രേംകുമാർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ചെർപ്പശ്ശേരി നഗരസഭയിൽ നിന്നുമായി തെരഞ്ഞെടുത്ത 42 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകർ, മുതിർന്ന കർഷകർ, തേനീച്ച കർഷകർ, വനിതാ കർഷകർ, ജൈവ കർഷകർ, കുട്ടി കർഷകർ എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് ആദരിച്ചത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്ന മനുഷ്യർ താമസിക്കുന്ന ഒരു ബ്ലോക്ക് പ്രദേശം കൂടിയാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. വിവിധ തരം കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെയും മുന്നേറ്റത്തിന്റെയും എല്ലാം ഭാഗമായി ഉൽപാദനം വർദ്ധിപ്പിക്കാനും കാർഷിക രംഗത്ത് തന്നെ അവർക്ക് ഊന്നിൽ നിന്ന് മുന്നോട്ട് പോകാനും കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്.
ദിനാചരണത്തോടനുബന്ധിച്ച് നൂതന കൃഷിരീതികളെക്കുറിച്ച് സെമിനാറും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പി ജ്യോതിവാസൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി ആർ ശ്രീജ, VFPCK ട്രെയിനിംഗ് ഡിവിഷൻ ഹെഡ് നസീമ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ലക്ഷാർച്ചന ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച നടന്ന ഗജപൂജയിലും ആനയൂട്ടിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആഘോഷ ദിനങ്ങളിൽ രാവിലെ ഗണപതി ഹോമവും തുടർന്ന് ലക്ഷാർച്ചനയും ഉണ്ടായി. ആദ്യ ദിനം വൈകുന്നേരം പ്രത്യേക കളഭാഭിഷേക ചടങ്ങുകളും നടന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി ഹോമവും നടന്നു. തുടർന്ന് ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഗജപൂജയിലും ആനയൂട്ടിലും നിരവധി ഭക്തർ പങ്കെടുത്തു. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ, കല്ലുവഴി പ്രകാശൻ, കിണാശ്ശേരി രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രമാണത്തിൽ 50ഓളം കലാകാരന്മാർ അണിനിരന്ന മേളവും തുടർന്ന് പ്രസാദവൂട്ടുമുണ്ടായി. ക്ഷേത്രസമിതി ഭാരവാഹികളും മാതൃസമിതിയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമയുടെ സന്ദേശമുയർത്തി കടമ്പൂർ നാട്ടുകൂട്ടം സംഘടിപ്പിച്ച 10ാം വാർഷിക ഓണാഘോഷം ഒരുമയുടെ ഓണം 2026 കടമ്പൂർ BVALP സ്കൂളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു. മന്ത്രി KA തുളസി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ദശാബ്ദകാലമായി ജനമനസ്സുകളിൽ സേവനത്തിന്റെ നിറസാന്നിധ്യമായി മാറിയ കടമ്പൂർ നാട്ടുകൂട്ടമാണ് തങ്ങളുടെ 10ാം വർഷത്തിലും നാടിന് മാതൃകയായത്. കടമ്പൂർ BVALP സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ മന്ത്രി KA തുളസി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അണിനിരത്തിയിട്ടുള്ള ഓണക്കിറ്റും അതുപോലെ തന്നെ ഓണ സമ്മാനങ്ങളും ഒക്കെ തന്നെ ഓണം വന്നു എന്നുള്ള ഒരു പ്രതീതി നമ്മളിൽ ഉണ്ടാക്കാൻ വളരെ വളരെ പര്യാപ്തമാണ്. ഇന്ന് രാവിലെ എൻ്റെ തുടക്കത്തിലെ പരിപാടി ഒരു ഓണച്ചന്തയുടെ ഉദ്ഘാടനമായിരുന്നു, ഒരു സർവീസ് സഹകരണ ബാങ്കിന്. അപ്പോൾ ഓണം നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. നാട്ടിൽ പല ജില്ലകളിലും പലതരത്തിലുള്ള മഴക്കെടുതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ മലയാളികൾ കടന്നുപോയാൽ ഓണം എന്ന് പറയുന്ന ആ വിശേഷ അവസരം നമുക്ക് എല്ലാവർക്കും ഒത്തുചേരലിൻ്റെയാണ്, കൂട്ടായ്മയുടെയാണ്. അതുപോലെ തന്നെ സന്തോഷം പരസ്പരം കൈമാറുന്നതിൻ്റെയാണ്. ബന്ധുക്കളെ കാണുന്നതാണ്, സുഹൃത്തുക്കളെ കാണുന്നതാണ്. വിദേശ രാജ്യങ്ങളിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് എത്തുന്ന ഒരു അവസരം കൂടിയാണ് ഓണം എന്ന് പറയുന്ന നമ്മുടെ വിശേഷമായിട്ടുള്ള ആഘോഷം. തുടർന്ന് നാട്ടുകൂട്ടം തുടരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ 500-ലധികം കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റും ഓണപ്പുടവയും ചടങ്ങിൽ വിതരണം നടന്നു. ഗ്രാമമുത്തശ്ശി പാറു അമ്മയ്ക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും നൽകിക്കൊണ്ട് മന്ത്രി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഈ വർഷത്തെ SSLC, +2, LSS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. നാട്ടുകൂട്ടം ചെയർപേഴ്സൺ A. വിജിത അധ്യക്ഷയായി. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാട്ടുകൂട്ടം രക്ഷാധികാരി P. മോഹനൻകുമാർ, P. ഹരിഗോവിന്ദൻ മാസ്റ്റർ, ഭാസ്കരൻ നമ്പൂതിരിപ്പാട്, അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട്, കുര്യാക്കോസ് മാരിപ്പുറത്ത്, മണികണ്ഠൻ, മോഹനകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ലഹരി വിപത്തിനെതിരെ നാട്ടുനന്മ ലഹരിമുക്ത മഹല്ല് പദ്ധതിയുമായി പെരിന്തൽമണ്ണ മേഖല സുന്നി മഹല്ല് ഫെഡറേഷൻ. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. ലഹരിയുടെ വ്യാപനം സമൂഹത്തിൽ വലിയ സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുനന്മ ലഹരിമുക്തം മഹല്ല് പദ്ധതിയുമായി പെരിന്തൽമണ്ണ മേഖല സുന്നി മഹല്ല് ഫെഡറേഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. പദ്ധതിയുടെ പ്രഖ്യാപനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. മദീനയിലെ ജാഹിലിയ്യ കാലത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ മദ്യപന്മാരുണ്ടായിരുന്ന, ലഹരിക്കടിമപ്പെട്ട വലിയൊരു ജനസമൂഹം എങ്ങനെയാണ് ഒരു റവല്യൂഷനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മദ്യരഹിത സമൂഹമാക്കി മാറ്റിയത് എന്നുള്ളത്, ലഹരി രഹിത സമൂഹമാക്കി മാറ്റിയത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ ഹിക്മത്തോടുകൂടിയാണ് ലഹരി നിരോധനത്തിന്റെ പ്രഖ്യാപനങ്ങൾ തന്നെ കൊണ്ടുവരുന്നത്. വളരെ പടിപടിയായി മനുഷ്യനെ സമ്പൂർണമായും ലഹരിയിൽ നിന്ന് മുക്തമാക്കി
നമ്മൾ ഇന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തൂഫാൻ കെയർ മോഡലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ മുഴുവൻ ലഹരിയിൽ നിന്ന് വളരെ വിമോചിപ്പിച്ചു കൊണ്ടുവന്ന ചരിത്രം നമുക്കറിയാം. നജീബ് കാന്തപുരം MLA ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. അല്ലാഹു നൽകിയ ശരീരവും ആരോഗ്യവും അമാനത്തായി കാത്തു സൂക്ഷിക്കുമെന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ എത്തിച്ചു നൽകുകയോ ചെയ്യില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ കുടുംബത്തെയും നാടിനെയും ലഹരിയുടെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ലഹരിക്ക് അടിമപ്പെട്ടവരെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഞാൻ പരിശ്രമിക്കും. ലഹരി ഉപയോഗത്തെ തടയുന്നതിനും ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും മഹല്ലുകൾ കേന്ദ്രീകരിച്ച വിവിധ ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മേഖലാ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നാട്ടുനന്മ ലഹരിമുക്തം മഹല്ല് പദ്ധതിയിൽ മഹല്ലുകളുടെ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ MT മൊയ്തീൻകുട്ടി ദാരിമി വിവരിച്ചു. നമ്മുടെ ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഫോൺ നമ്പറുകൾ അവരുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അവരോട് ബന്ധപ്പെടാൻ പറഞ്ഞ് മുക്കും മൂലകൾ നമ്മേക്കാൾ കൂടുതൽ പരതാനും അറിയാനും അവർക്കറിയാം. ആ നിലയ്ക്ക് അവരെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി നമ്മുടെ മഹലിന്റെ കാവൽ ഭടന്മാരായി ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സമസ്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ സംഘടിപ്പിച്ച മീലാദ് വിളംബര റാലിക്ക് ശേഷം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന മീലാദ് സമ്മേളനത്തിലാണ് നാട്ടുനന്മ ലഹരിമുക്തം മഹല്ല് പദ്ധതി പ്രഖ്യാപിച്ചത്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളന പ്രചാരത്തിനും ഇതോടൊപ്പം തുടക്കമായി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AK ആലിപ്പറമ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ മിഷണറി പ്രചാരകനും കോർഡിനേറ്ററുമായ റവറൻഡ് ഫാദർ ഡോക്ടർ വിക്ടർ മുഖ്യാതിഥിയായിരുന്നു. CK അബ്ദുറഹ്മാൻ ഫൈസി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, VC അബ്ദുറഹ്മാൻ, CT അബ്ദുൽ അസീസ് ഹാജി, പച്ചേരി ഫാറൂഖ്, N അബൂബക്കർ മാസ്റ്റർ, ഇസ്മായിൽ ഫൈസി ഒടമല തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണ വകുപ്പിന്റെയും സഹകരണത്തോടെ പെരിന്തൽമണ്ണയിൽ മലപ്പുറം ജില്ലാ പ്രവാസി വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ഓണക്കാല വിപണിയിലെ വിലക്കയറ്റം തടയാനും പൊതുജനങ്ങൾക്ക് ന്യായവിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനുമാണ് മലപ്പുറം ജില്ലാ പ്രവാസി വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ ഓണച്ചന്ത ആരംഭിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പ്രവാസി സഹകരണ സംഘത്തിന്റെ ഈ ഓണച്ചന്ത പ്രവർത്തിക്കുന്നത്. പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിന് സമീപം എബനൈസർ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ഓണച്ചന്ത നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. 13ഓളം ഐറ്റം പൂർണ്ണമായ സബ്സിഡിയിലും 24ഓളം അല്ലേ 23 ഐറ്റം സാധനങ്ങളെ സ്വരൂപിച്ചുകൊണ്ടുള്ള ഒരു കിറ്റായിട്ടാണ് വളരെ ചെറിയ തുകക്ക് സാധാരണക്കാർക്ക് ലഭ്യമാകുന്നത്. ഇത് ഈ ഓണം ഏറ്റവും മനോഹരമായി നടത്താൻ പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. സൊസൈറ്റി പ്രസിഡന്റ് സുരേഷ് മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, പെരിന്തൽമണ്ണ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സിദ്ദിഖ് അക്ബർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, ബാങ്ക് ഡയറക്ടർ സുരാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജലീൽ, നഗരസഭാ കൗൺസിലർ നിഷ സുബൈർ, സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പച്ചേരി സുബൈർ, ഡയറക്ടർമാരായ CK അബ്ദുൾ റഫീഖ്, അഡ്വക്കേറ്റ് ബെന്നി തോമസ്, V ഗോപാലൻ, അഡ്വക്കേറ്റ് വിശ്വനാഥ്, സിദ്ദിഖ് ചക്കപ്പത്ത്, രായൻ ജമാൽ, K രാജേഷ്, നദീറ ബീഗം, ആസ്യ, സെക്രട്ടറി ചിത്ര മാധവ്, ഷിഹാബ് ആലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ സബ്സിഡിയോടുകൂടിയ 13 നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 23 സാധനങ്ങൾ ഓണച്ചന്തയിലൂടെ ലഭ്യമാവും.
കേരള സർക്കാർ ആവിഷ്കരിച്ച കൺസ്യൂമർ ഫെഡ് നടപ്പിലാക്കുന്ന 50% സബ്സിഡിയുള്ള ഓണച്ചന്തയാണ് ഇന്നിവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മലപ്പുറം ജില്ലാ പ്രവാസി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പൊതുവിപണിയിൽ ഇത്തരം ഓണച്ചന്തകൾ നടത്തി സാധാരണക്കാർക്ക് കുറഞ്ഞ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഓണം സമയത്ത് ഭക്ഷ്യധാന്യങ്ങൾക്ക് വില വർധന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. 13 ഇനം ഭക്ഷ്യധാന്യങ്ങൾ 50% കൂടിയുള്ള സബ്സിഡിയിലാണ് മൊത്തം 23 ഐറ്റം ഇവിടെ ലഭ്യമാക്കുന്നത്. ഓഗസ്റ്റ് 26 വരെ ഓണച്ചന്ത പ്രവർത്തിക്കും. ചെറുപ്പളശ്ശേരി റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. തൂത ഹെൽത്ത് സെന്ററിലാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത്. തൂത ഹെൽത്ത് സെന്ററിൽ സൗപർണിക ബിൽഡിംഗിലാണ് ചെറുപ്പളശ്ശേരി റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചത്. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ടി ഹരിശങ്കർ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാർ ഈ പ്രാവശ്യം വന്നിട്ട് ഒരുപാട് ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇതിനെ പറ്റിയിട്ട് സുബീഷ് കൃത്യമായിട്ട് പറയുണ്ടായിരിക്കും. നമുക്ക് ഉത്സവത്തായിട്ട് 4000, 3000 എന്തിനാ തൊഴിലുറപ്പുകാർക്ക് 1200 രൂപ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നു. പിന്നെ അതേപോലെ റേഷൻ പീടികയിൽ കൂടെ വരുന്ന സാധനങ്ങൾ കഷ്ടി 980 രൂപയുടെ വില വരുന്ന സാധനം 600 റുപ്യക്ക് കൊടുക്കുന്ന സാധനമായിരുന്നു ഇപ്പൊ അത്രയും നല്ലത്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്പെഷ്യൽ അരി കൊടുക്കാതെ എത്തിയിട്ട് ഈ പിന്നെ റേഷൻ കടയിൽ കൂടെ തീരുമാനം എടുത്തിട്ട് എത്ര കിലോ ആണ്? 10 കിലോ. അപ്പൊ അതിന് 26 റുപ്യ വേണം നമ്മൾ. മറ്റേ 9 റുപ്യയുടെ അരി വേറെ ഉണ്ട്. ഈ 26 അത് ഭയങ്കര കുറച്ച്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ ആൾക്കാര് പിന്നെ നമ്മള് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇഷ്ടം പോലെ വണ്ടികള് നമ്മൾ കർണാടകയില് നമ്മൾ വണ്ടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് കുറെ വണ്ടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓണം ഇവിടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധകള് മുഴുക്ക ഓണത്തിന്റെ ഒരു ശ്രദ്ധയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിന്റെ ഭാഗത്തു നിന്നും അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളും കുറച്ച് ടൈം ചെലവാക്കാമെന്ന് കരുതി 2-3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റാഫൊക്കെ ഇതിന്റെ പിന്നാലെയാണ്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വരുൺ അധ്യക്ഷനായി. സെക്രട്ടറി എം സിന്ധു, കൗൺസിലർമാരായ പി സുബീഷ്, ടി അശോകൻ, രശ്മി, കെ സുമിത്ര, പ്രജിത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി, ഡയറക്ടർമാരായ കെ ജയൻ, ടി മുരളീധരൻ, മനോജ്, ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന പ്രസിഡന്റ് ടി ഹരിശങ്കർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ കേശവൻകുട്ടിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. 10 കിലോ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പാലട മിക്സ് തുടങ്ങി 14 ഐറ്റം അടങ്ങിയ കിറ്റ് 1150 രൂപയ്ക്കാണ് ഓണച്ചന്തയിലൂടെ നൽകുന്നത്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം മംഗലാംകുന്നിൽ ഓണച്ചന്ത ആരംഭിച്ചു. പട്ടികജാതി ക്ഷേമ മന്ത്രി കെ എ തുളസി ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ, സുരേഷ് തെങ്ങിൻതോട്ടം, പി ഗിരീശൻ, വി ഉണ്ണികൃഷ്ണൻ, MA പരമേശ്വരൻ, പി സുബ്രഹ്മണ്യൻ, MC നാരായണൻകുട്ടി, CN അനുരൂപ, സുധാ KM തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 16 മുതൽ 25 വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക. സർക്കാർ സബ്സിഡി നൽകുന്ന പലവ്യഞ്ജനങ്ങൾ, നേന്ത്രക്കായ, പച്ചക്കറി എന്നിവ ന്യായമായ വിലയ്ക്ക് ലഭിക്കും. അലനല്ലൂർ കുളപ്പറമ്പ് അൽ മദ്രസത്തുൽ മുഹമ്മദിയയ്ക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് കുളപ്പറമ്പ് മഹല്ല് ഖാസി സ്വാലിഖ് ഫൈസി കുറ്റിയടിച്ചു. സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഇ അലവി ഫൈസി കുളപ്പറമ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 74 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലായിരുന്നു നിലവിൽ മദ്രസ പ്രവർത്തിച്ചിരുന്നത്. കാലപ്പഴക്കം കാരണം ജീർണാവസ്ഥയിലായതോടെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടി വന്നു. ഇതേ സ്ഥലത്താണ് 2000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം കുളപ്പറമ്പ് മഹല്ല് ഖാസി സ്വാലിഖ് ഫൈസി നിർവഹിച്ചു. സമസ്ത കേന്ദ്ര മുശവറ അംഗം ഇ അലവി ഫൈസി കുളപ്പറമ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 1952 ഇവിടെ ഈ മദ്രസ സ്ഥാപിതമായിട്ടുണ്ട്. 370 നമ്പറായിട്ട് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കാലപ്പഴക്കം കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ ജീർണാവസ്ഥയിലായപ്പോൾ ആധുനിക മോഡലിൽ അതൊന്ന് പുതുക്കി പണിയണമെന്ന് ബഹുമാനപ്പെട്ട കമ്മിറ്റി തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ഇന്നതിൻ്റെ പ്രവർത്തനോദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത അധികം താമസിയാതെ തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കുട്ടികൾക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുന്ന രൂപത്തിൽ അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കാരത്തിന് സ്ഥലവും സജ്ജീകരിക്കും. ചടങ്ങ് മഹല്ല് പ്രസിഡന്റ് വി കെ ഉമ്മർ ഹാജി, സെക്രട്ടറി എം അലി, മദ്രസ പ്രസിഡന്റ് പി കെ നാണി ഹാജി, സെക്രട്ടറി വി കെ ഇക്ബാൽ, പി കെ മുഹമ്മദ് അലി, ടി ബാപ്പു ഹാജി, പി കെ അബ്ദുറഹ്മാൻ, എ മനാഫ്, പി കെ അഷ്റഫ്, പി സി കുഞ്ഞാപ്പ, പി കെ ഹംസ എന്നിവർ സംബന്ധിച്ചു. ഒറ്റപ്പാലം കയറംപാറ UPHSലേക്ക് വാഷിംഗ് മെഷീൻ കൈമാറി മുൻ കൗൺസിലർ എം ഗോപൻ. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വാഷിംഗ് മെഷീൻ വാങ്ങി നൽകിയത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുൻഷിദ ഏറ്റുവാങ്ങി. DEO അജീഷ്, ഫാർമസിസ്റ്റ് അനുമോൾ, സപ്പോർട്ട് സ്റ്റാഫ് നിഷ, പ്രകാശൻ, അനിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തമസ്കരിക്കാൻ കഴിയാത്ത പേരാണ് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടെന്ന് മന്ത്രി KA തുളസി. യുവതലമുറയിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ പോരാട്ട ചരിത്രം എത്തിക്കാൻ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും മന്ത്രി. ചെർപ്പളശ്ശേരിയിൽ നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി. ഇനി ഓണനാളുകൾ. ഓണത്തെ വരവേറ്റ് മലയാളികൾ അത്തം ആഘോഷിച്ചു. പൂക്കളമൊരുക്കാൻ മറുനാടൻ പൂവിപണി സജീവമായി. സ്വാതന്ത്ര്യദിനത്തിൽ യങ് ഇന്ത്യ മാർച്ച് സംഘടിപ്പിച്ച് DYFI. അറബിക്കടൽ കാണാത്തതുകൊണ്ടാണോ മുസ്ലിം ലീഗുകാർ PM ശ്രീ കടലിൽ എറിയാത്തതെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആര്യ രാജേന്ദ്രൻ. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPM ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയെന്ന് PK ശശി. സോഷ്യലിസം എന്ന വാക്കുപോലും അരോചകമായി തോന്നുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചെന്നും PK ശശി. വള്ളുവനാടിന്റെ കഥാകാരി രാജലക്ഷ്മി സാഹിത്യ പുരസ്കാര സമർപ്പണം ചെർപ്പളശ്ശേരിയിൽ നടന്നു. മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ ശ്രീജിത്ത് പെരുന്തച്ചൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.